ഇന്ത്യ ചൈന പക്ഷങ്ങൾ തമ്മിലുള്ള ശത്രുതയുടെ ഈ ചരിത്രം കാരണം ഈ രാജ്യങ്ങൾ ഒരിക്കലും സൈനികവും നയതന്ത്രപരവുമായ ധാരണകൾ വളർത്തിയെടുത്തിട്ടില്ല. ഇത് മാറ്റി നിർത്തിയാൽ ചൈനയുടെ ഉയർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഏഷ്യയിലെ തങ്ങളുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണെന്ന് ചൈനീസ് നേതാക്കൾ മനസ്സിലാക്കുന്നു. അതിനാൽ ഇന്ത്യ ഒറ്റപ്പെടുത്താൻ സാമ്പത്തിക ഇടനാഴികൾ, സ്ട്രിംഗ് ഓഫ് പേൾസ്, കടക്കണി നയതന്ത്രം എന്നിങ്ങനെ വിവിധ സാമ്പത്തിക നയതന്ത്ര തന്ത്രങ്ങൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. നെക്ലേസ് ഓഫ് ഡയമണ്ട് പോലെയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ചൈനയുടെ പദ്ധതികളെ ചെറുക്കാനുള്ള നടപടികളും ഇന്ത്യ സ്വീകരിച്ചിരുന്നു എന്നതും ചൈനയ്ക്ക് ഭീഷണി ഉയർത്തിയിരുന്നു. അതിനാൽ 2013 ഡെപ്സാങ്ങിലെ സംഘർഷം മുതൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ നിലവിലെ തർക്കത്തിൽ ഉൾപ്പെടുന്ന ഗാൽവാൻ താഴ്വര ഏറ്റുമുട്ടൽ വരെ ഇന്ത്യൻ അതിർത്തികളിലെല്ലാം ഇപ്പോഴും പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കാൻ ചൈന ശ്രമിച്ചു പോരുന്നു. മുൻകാലങ്ങളിൽ ഈ ശത്രുതകളുടെയെല്ലാം ഫലമായി തന്ത്രപരവും നയതന്ത്രപരവുമായ തലങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരിക്കലും ധാരണകൾ ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ ഒന്ന് വ്യക്തമായി സംസാരിക്കാനും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും കഴിയുമെങ്കിൽ ലോകക്രമം തന്നെ വ്യത്യസ്തമായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു.